ഹായ് ഓൾ. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ യൂട്യൂബ് ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു ലോങ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ യൂട്യൂബിൽ ലോങ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നും അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലായിരിക്കും നല്ല റീച്ച് കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്സ് ഒക്കെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ച അതുപോലെ തന്നെയാണ്. ഞാൻ അതിൽ സ്ക്രീൻഷോട്ട് സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എത്രയും പെട്ടെന്ന് ആ വീഡിയോയും കൂടി കണ്ടിട്ട് വരിക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴത്ത് ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്, അതായത് പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് വരും. വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ് അങ്ങനെയൊക്കെ വരും. നമുക്കിപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മളതിൽ വീഡിയോ സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറി അവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസ് കാണും. നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാൻ വേറൊരു കാര്യം അതിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുക, നമ്മൾ 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ആണ് ലോങ് വീഡിയോയിലേക്ക് പോവുക. 3-ൽ കുറവാണ്, അതായത് ഒരു 2.58 അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും ഷോർട്ട് വീഡിയോൻ്റെ അതിലായിരിക്കും പോവുക. 3 മിനിറ്റ് വരെ ഷോർട്ട് വീഡിയോയും 3 മിനിറ്റിൽ കൂടുതൽ, അതായത് 3 മിനിറ്റ് 1 സെക്കൻഡ്, 3 മിനിറ്റ് 2 സെക്കൻഡ്, അതൊക്കെ ലോങ് വീഡിയോയിലേക്കായിരിക്കും പോവുക. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്കിതിൻ്റെ ടൈറ്റിൽ കൊടുക്കണം. മുകളിൽ തന്നെ തംബ്നെയിലിൻ്റെ താഴെയായിട്ട് ടൈറ്റിൽ എന്ന് കാണും. ആ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ നമ്മൾ വെറുതെ ഒരു പേര് കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുക്കരുത്. ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് വേർഡ്സ് ഉണ്ടാവുമല്ലോ, ആ വേർഡ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ടൈറ്റിൽ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവണം നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിലെ കണ്ടന്റ് എന്തായിരിക്കും ആൾക്കാർക്ക് ആ ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാവണം. അതല്ലെങ്കിൽ നമ്മളൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന പോലുള്ള ടൈറ്റിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൽ കാണിച്ച ടൈറ്റിൽ അത്ര നല്ലതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു തരത്തിൽ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ടൈറ്റിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളെല്ലാവരും മലയാളം ചാനലാണല്ലോ, അപ്പോൾ അധികം ആൾക്കാരും മലയാളത്തിലായിരിക്കും ടൈറ്റിൽ കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇംഗ്ലീഷിലും കൂടി ടൈറ്റിൽ കൊടുക്കുക. ആദ്യം മലയാളം കൊടുക്കുക, അത് കഴിഞ്ഞ് സ്പേസ് വിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബാർ ഇട്ട് ഇംഗ്ലീഷിൽ ടൈറ്റിൽ കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത് ഇംഗ്ലീഷ് വേർഡ്സ് വെച്ചാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലും കൂടി ടൈറ്റിൽ കൊടുത്താൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ആഡ് ചെയ്തു. ഇനി അതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്, നമ്മുടെ ചാനലിൻ്റെ നെയിം. ടൈറ്റിലൊക്കെ കഴിഞ്ഞ് ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ നമ്മുടെ അറ്റ് സൈൻ ഉണ്ടല്ലോ, ആ അറ്റ് സൈൻ കൊടുത്ത് നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ അതിൻ്റെ താഴത്ത് തന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിം ഓൾറെഡി വന്നിട്ടുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈറ്റിലിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടൈറ്റിൽ കഴിഞ്ഞാൽ അടുത്തായിട്ട് വരുന്നത് തംബ്നെയിലാണ്. ഒരു ലോങ് വീഡിയോയ്ക്ക് തംബ്നെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് വീഡിയോയ്ക്കും അതെ, പക്ഷെ ലോങ് വീഡിയോയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും ആൾക്കാർ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവരെ ക്ലിക്ക് ചെയ്യാൻ തോന്നിക്കുന്ന തരത്തിലുള്ള തംബ്നെയിൽസ് വേണം നമ്മൾ കൊടുക്കാൻ, അതായത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തംബ്നെയിലിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതിൽ കുറച്ച് ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മൾ വാരി വലിച്ച് കുറേ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ടെക്സ്റ്റ്, അതായത് കണ്ടാൽ മനസ്സിലാവണം, അതിലെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള കുറച്ച് ടെക്സ്റ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ മുമ്പത്തെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചില ആൾക്കാർ നമ്മുടെ മുഖം കണ്ടിട്ടായിരിക്കും, മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നവരുടെ കാര്യം, നമ്മുടെ മുഖം കണ്ടിട്ടായിരിക്കും ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് തംബ്നെയിലിൽ നമ്മുടെ പിക്ചർ കണ്ടാൽ ആൾക്കാർ ചിലപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കും. ഞാൻ ആ ഒരു തരത്തിലാട്ടോ ഇപ്പോൾ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വേ കണ്ടുപിടിക്കുക. അതായത് ചിലപ്പോൾ ചിലവർ, ഞാൻ ചെയ്യുന്നത് എൻ്റെ പിക്ക് വെക്കും, അതിൽ കുറച്ച് ടെക്സ്റ്റ് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. ചിലവർ നല്ല അട്രാക്റ്റീവായിട്ട് എല്ലാം ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഒരേ തരത്തിലുള്ള ഒരേ രീതിയിൽ ചെയ്യുക. അപ്പം ആൾക്കാർക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് അവരുടെ ചാനലാണ്, ഇത് ഇവരുടെ ചാനലാണ്. ആ ഒരു നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഞാൻ പിന്നെയും പറയുന്നു, എൻ്റെ ടൈറ്റിലും തംബ്നെയിലൊന്നും ഭയങ്കര സൂപ്പറാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക, അത്ര തന്നെ. തംബ്നെയിൽ ആഡ് ചെയ്യാൻ വേണ്ടി ടൈറ്റിലിൻ്റെ മുകളിൽ ഈ ഒരു ഐക്കൺ കാണും. ആ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ആയി വരും. അതിൽ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തായാലും തംബ്നെയിൽ ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്.
അപ്പോൾ നമ്മൾ ആ തംബ്നെയിൽ സെലക്ട് ചെയ്യുക. തംബ്നെയിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും അതിൽ ആദ്യം കാണിച്ചിട്ടുണ്ടാവുക. തംബ്നെയിൽ സെലക്ട് ചെയ്ത ശേഷം പിന്നെ നമ്മുടെ തംബ്നെയിൽ തന്നെ ആയിരിക്കും നമുക്കും കാണാൻ പറ്റുന്നത്, ബാക്കിയുള്ളവർക്കും യൂട്യൂബിൽ അത് തന്നെ കാണാൻ പറ്റും. ഞാനിവിടെ കാണിച്ചത് തംബ്നെയിൽ ആഡ് ചെയ്ത ശേഷമുള്ള സ്ക്രീൻഷോട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ഷോർട്സിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മുടെ അതിൻ്റെ താഴെ വിസിബിലിറ്റി കാണും. ആ വിസിബിലിറ്റി നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുക, അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കുക. അതിന് താഴെ ഓഡിയൻസ് കാണും. നിങ്ങൾ കിഡ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സ് അടിക്കുക, അല്ലാത്ത സാധാ വീഡിയോ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അടിക്കുക. പിന്നെ അതിൻ്റെ ഏറ്റവും താഴത്തെ ആട്രിബ്യൂട്ട്സിൽ AI യൂസ് ഉണ്ടല്ലോ. നിങ്ങൾ AI ഉപയോഗിച്ച് ആ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളതിൽ യെസ് കൊടുക്കുക, AI യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക. പിന്നെ നമ്മൾ തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി AI യൂസ് ചെയ്യുമല്ലോ, അതിൽ നോ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത ശേഷം നമുക്കിത് അപ്ലോഡ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ചെയ്യാനുള്ളത്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. എല്ലാവർക്കും വരുമോയെന്ന് അറിയില്ല. ഷോർട്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തല്ലോ, അതിൽ അധികം ആൾക്കാരും കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ വരുന്നില്ല എന്നാണ്. പക്ഷെ എനിക്കൊന്ന് ലോങ് വീഡിയോയിൽ എല്ലാവർക്കും വരുമെന്ന്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇതിൽ പറയുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വെക്കണം എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് പബ്ലിക്കാക്കി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് അവർ ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും വയലേഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന് സ്ട്രൈക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം വെയിറ്റ് ചെയ്യുക, അൺലിസ്റ്റഡോ പബ്ലിക്കോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ അവർ ചെക്ക് ചെയ്തിട്ട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് മാത്രം നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച് വിസിബിലിറ്റി ക്ലിക്ക് ചെയ്ത് അതിൽ പ്രൈവറ്റോ അൺലിസ്റ്റഡോ ആക്കി വെക്കുക. ഡയറക്റ്റ് നിങ്ങൾ പബ്ലിക്കായി അപ്ലോഡ് ചെയ്യരുത്. അൺലിസ്റ്റഡ് ആക്കി കഴിഞ്ഞ് നമുക്ക് നേരെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലവരെ റേഞ്ച് അനുസരിച്ച് അത് മാറും. അതായത് ചിലവർക്ക് കുറേ ടൈം എടുക്കും. വൈഫൈ ഒക്കെ ആണെങ്കിൽ പെട്ടെന്നാവുമായിരിക്കും. എനിക്കിവിടെ നല്ല സമയം എടുക്കാറുണ്ട്. ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ എനിക്ക് വൈകുന്നേരമോ സന്ധ്യക്കോ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും എൻ്റെത് അപ്ലോഡായി വരാറുള്ളത്. അപ്പോൾ നമ്മുടെ റേഞ്ചിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലോങ് വീഡിയോ അപ്ലോഡായി കഴിഞ്ഞാൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും. ഇതിൽ പറയുന്നത് നോ ഇഷ്യൂസ് വെയർ ഫൗണ്ട് ഇൻ യുവർ വീഡിയോ എന്ന് പറഞ്ഞിട്ട്, അതായത് പോളിസി വയലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അഥവാ നിങ്ങളുടെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മെൻഷൻ ചെയ്യും എന്തായാലും. പിന്നെ അത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്കിനി അപ്ലോഡ് ആയ ശേഷം ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ യൂട്യൂബിലല്ല, YT സ്റ്റുഡിയോയിലാണ്. ഇനി നിങ്ങൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിൽ താഴത്ത് കണ്ടന്റ് ഉണ്ടല്ലോ, കണ്ടന്റ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ എഡിറ്റ് എന്ന് കാണും, എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴത്തുള്ള ഷോ മോർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കതിൽ വരും. അതിൽ ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു ലോങ് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ 2 രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ വീഡിയോയിൽ നമ്മൾ എന്താണോ പറയുന്നത് അത് നമുക്ക് ചെറിയ രീതിയിൽ അവിടെ എഴുതാം. പക്ഷെ ആ എഴുതുന്ന സമയത്ത് അതിൽ കീവേഡ്സ് ഉണ്ടായിരിക്കണം. കീവേഡ്സ് പറഞ്ഞാൽ ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ടേംസ്. ഇപ്പം ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ലോങ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ തംബ്നെയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു എഴുതാം. അപ്പോൾ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തംബ്നെയിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും, ചിലവർ ടൈറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും, ചിലവർ ഡിസ്ക്രിപ്ഷൻ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വീഡിയോ അവിടെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് കീവേഡ്സ്. അപ്പോൾ ആ കീവേഡ്സ് ഉൾപ്പെടുന്ന പോലെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വേർഡ്സ് മാത്രമല്ല ഒരു സെൻറ്റൻസ്. ഞാൻ കൊടുക്കുന്ന സംഭവങ്ങൾ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ചിക്കൻ കറി വെക്കുന്നത് നമ്മളിപ്പോൾ ആലോചിക്കുക, നമ്മളെങ്ങനെയാണ് ടൈപ്പ് ചെയ്തത്, നമ്മളെങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഞാനാണെങ്കിൽ ചിക്കൻ കറി മലയാളം ചെയ്യും. ഇനി ചിലപ്പോൾ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി മലയാളം, ചിക്കൻ ബിരിയാണി മലയാളം, അങ്ങനെയൊക്കെ. നമ്മൾ സാധാരണ മലയാളമാണല്ലോ നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യുക. അപ്പം ആ ഒരു നമ്മൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ആ ഒരു സെൻറ്റൻസ് തന്നെ നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്.
പിന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എത്ര ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും, അതായത് പോസിബിൾ ആയിട്ടുള്ള എത്ര സെർച്ച് ടേംസ് വേണമെങ്കിലും ആഡ് ചെയ്യുക. അതിൽ കീവേഡ്സ് ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞു കുക്കിങ്ങിന്റെ കാര്യം, അതിലെ കീവേഡ്സ് അതൊക്കെയാണ്. റെസിപ്പി, അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഐറ്റത്തിന്റെ പേര്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് അതിലെ കീവേഡ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ കീവേഡ്സ് നിർബന്ധമായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ #ടാഗും കൂടി കൊടുക്കാം. #ടാഗ് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറൽ വീഡിയോ അടിക്കാം, ട്രെൻഡിങ് വീഡിയോ അടിക്കാം, ട്രെൻഡിങ് അടിക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കീവേഡ്സ് കൊടുത്തല്ലോ, ആ കീവേഡ്സ് വരുന്ന #ടാഗ് ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കൂടാതെ നമ്മൾ #ടാഗ് വേറെയും നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ അത്യാവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി. ചിലവർ #ടാഗ് കൊടുക്കാതെയും ചെയ്യാറുണ്ട്. പക്ഷെ #ടാഗ് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. മുമ്പേ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും വീഡിയോ ഉണ്ട്, നിങ്ങൾ ആ വീഡിയോയുടെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇനി ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് മോണിറ്റൈസേഷൻ ആണ്. മോണിറ്റൈസേഷൻ ആയവർക്ക് ഇവിടെയാണ് ഓൺ ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ താഴെ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ പോയാൽ നമ്മുടെ ലൈക്സ് ആൾക്കാർക്ക് കാണണോ, കമന്റ് ഓഫ് ആണോ ഓൺ ആണോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കമന്റ് ബോക്സ് ഓഫ് ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഓൺ ചെയ്ത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും താഴത്ത് ആട്രിബ്യൂട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാറ്റഗറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഷോർട്ട് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ള ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. നിങ്ങളത് ഓർമ്മയുള്ളവർ അത് അനുസരിച്ച് ചെയ്യുക, അല്ലാത്തവർ അത് പോയി ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുക, വീഡിയോന്റെ ലിങ്ക് കൊടുക്കുക. കാറ്റഗറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന കാറ്റഗറി അനുസരിച്ചായിരിക്കും ഓരോ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നത്. യൂട്യൂബ് തീരുമാനിക്കും ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരിലേക്ക് എത്തിക്കണം നമ്മുടെ കാറ്റഗറി അനുസരിച്ച്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക. അതിലടുത്തത് വരുന്നത് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ്. അതിൽ അലോ എംബഡിങ് ഉണ്ടാവും. ഞാനത് ഡിസേബിൾ ചെയ്യാറാണ് പതിവ്. അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റ് ബോക്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അലോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യം മുതൽ ഡിസേബിൾ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എനേബിൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇനി അതിൽ നെക്സ്റ്റ് വരുന്നത് ടാഗ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ #ടാഗ് കൊടുത്തല്ലോ, അതേ ടാഗ്സ് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. നിങ്ങളുടെ ലോങ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള #ടാഗ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 10-15 #ടാഗ് നമുക്ക് കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല, അത്രയും കൊടുത്താൽ മതിയാവും. #ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്ക് പോവുക. പിന്നെ ഫസ്റ്റത്തെ വിസിബിലിറ്റി നിങ്ങൾ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടാവൂലേ, അത് നമ്മൾ പബ്ലിക് ആക്കുക. പബ്ലിക് ആക്കിയ ശേഷം മുകളിലുള്ള സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ വീഡിയോ സേവ് ആയിക്കോളും, അതായത് പബ്ലിക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഈ വീഡിയോസ് കുറച്ചും കൂടി റീച്ച് കിട്ടാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ടൈറ്റിൽ. ആൾക്കാർക്ക് വീഡിയോ കാണാൻ തോന്നുന്ന തരത്തിലുള്ളതും നിങ്ങളുടെ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി. മിസ്ലീഡ് ചെയ്യുന്ന ടൈറ്റിൽസ് ഒന്നും ഒരിക്കലും കൊടുക്കരുത്. അപ്പൊ ആൾക്കാർക്ക് നിങ്ങളോടുള്ള വിശ്വാസം കുറയും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ കൊടുക്കണം. പിന്നത്തെ ഒരു കാര്യം ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, തംബ്നെയിൽ. അതും ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള തംബ്നെയിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ലോങ് വീഡിയോൻ്റെ ഇൻട്രോ ശ്രദ്ധിക്കണം. അതായത് ആദ്യത്തെ 30 സെക്കൻഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ 30 സെക്കൻഡ്സ് ആൾക്കാരെ പിടിച്ചിരുത്തണം. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കരുത്. അതായത് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും, അവർ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാൽ അത്രയും നല്ലതാണ്. ലോങ് ആയിട്ട് ഇൻട്രോ കൊടുക്കാതെ ആദ്യമേ ആളുകൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. അപ്പോൾ ആൾക്കാരത് നോക്കിക്കോളും. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടന്റ്. ഇത് കാണുന്ന ആൾക്കാർക്ക് വാല്യൂ കൊടുക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയൊന്നും ചെയ്യാണ്ട് നേരെ സ്ട്രെയിറ്റ് ടു പോയിന്റ്, ആ പോയിന്റ് വൈസ് നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയാം. ചിലവരുണ്ടാവും നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഫുള്ള് പറയുന്നത്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക, വലിച്ചു നീട്ടാതെ വ്യൂവേഴ്സിന് യൂസ്ഫുള്ളായ കണ്ടന്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. ചിലവരുണ്ടാവും 1-2 വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് അയ്യോ എൻ്റെ വീഡിയോ ഇവിടെ എത്തുന്നില്ല, ഞാൻ ഇട്ടിട്ടൊരു കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ചിലവർ നിർത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ നിർത്തരുത്. ആദ്യമൊക്കെ ചിലപ്പോൾ വ്യൂസ് ഒക്കെ കുറവായിരിക്കും. അത് എന്ത് വന്നാലും നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്
മുമ്പോട്ട് പോവുക. അത് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. കണ്ടിന്യൂറ്റിയും കൺസിസ്റ്റൻസിയും അത് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല കണ്ടന്റ്സ് ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുള്ളതാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ബാക്കിയും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.